ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കണോ അല്ലേ? പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു എടുത്തിരുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു എടുത്തിരുന്നതെന്ന്? വെരി ഗുഡ്. എന്താണ്? പ്ലാനിങ് അല്ലേ? അപ്പൊ പ്ലാനിങ് എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നും നമുക്ക് പ്ലാനിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെ എടുക്കാനുള്ളത്. അപ്പോൾ എന്താണ് പ്ലാനിങ് എന്ന് നോക്കാം. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ആൻഡ് ഹു ടു ഡു ഇറ്റ്. ആരാണോ ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്, ആരാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ? പ്ലാനിങ് എന്താണ്? ഒരു തിങ്കിങ് ബിഫോർ ഡൂയിങ് ആക്ടിവിറ്റി ആണ് അല്ലേ? പ്ലാനിങ് തിങ്കിങ് ബിഫോർ, അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനു മുമ്പ് ചിന്തിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനിങ് പറയുന്ന ഒരു വൈഡർ ടേം ആണ് അല്ലേ? ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ആ ഓർഗനൈസേഷന്റെ എല്ലാ ലെവൽസിലും എന്തുണ്ട്? പ്ലാനിങ് ഉണ്ടായിരിക്കും. പ്ലാനിങ് കൂടാതെ ഒരു ഓർഗനൈസേഷനും നിലനിൽക്കാൻ കഴിയില്ല. ഒരു പ്ലാനിങ് എന്തായിക്കോട്ടെ, എഫക്റ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് സക്സസ് ആവുന്നില്ല എന്ന കേസിലൊക്കെ വരും, അങ്ങനെയുള്ള കേസുകളൊക്കെ വരാം. പക്ഷെ എന്താണ്, ഒരു ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസുകളെയൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുന്നു. ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് സിമ്പിളായിട്ട് പ്ലാനിങ് എന്ന് നോക്കാം. പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ് deciding in advance what to do, when to do, how to do and who to do it. എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയോ പ്ലാനിങ് എന്താണെന്ന്? പ്ലാനിങ് എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലേ? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എന്തുണ്ടായിരിക്കും? പ്ലാനിങ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ് അല്ലേ? ഫ്യൂച്ചറിലേക്കുള്ള ആ കാര്യങ്ങളല്ലേ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? തിങ്കിങ് ബിഫോർ ഡൂയിങ് ആണ്. അപ്പൊ പ്ലാനിങ് എന്താണെന്ന് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? പ്ലാനിങ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിനി ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സിനെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യണം. വേഗം 2 ഗ്രൂപ്പായിട്ട് ഇരിക്കും. വേഗം 2 ഗ്രൂപ്പായിട്ട് ഇരിക്കുക. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്. 2 ലീഡേഴ്സ് വേണം. സ്വാതി, ഇതിൽ നീതു. ഓക്കെ. അപ്പൊ വേഗം റെഡി ആയില്ലേ? എല്ലാവരും റെഡി ആയില്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. റീഅറേഞ്ച് ദി പ്ലാനിങ് പ്രോസസ്. പ്ലാനിങ് പ്രോസസ്സിനെ റീഅറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് വൺ, ഡെവലപ്പിംഗ് പ്രിമിസസ്. സെക്കൻഡ് വൺ, ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്. തേർഡ് വൺ, ഫോളോ അപ്പ് ആക്ഷൻ. ഫോർത്ത് വൺ, സെലക്ടിംഗ് ആൻ ഓൾട്ടർനേറ്റീവ്. ഫിഫ്ത്ത് വൺ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. സിക്സ്ത് വൺ, ഐഡന്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ്. സെവൻത്ത് വൺ, ഇംപ്ലിമെൻറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഞാൻ ഡിസോർഡർ ആയിട്ടാണ് എന്ത് തന്നിട്ടുള്ളത്? ഈ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് തന്നിട്ടുള്ളത്. അതിനെ എന്ത് ചെയ്യണം? ഓർഡർ ചെയ്യണം. അപ്പം എല്ലാവരും ക്വസ്റ്റ്യൻ കണ്ടു.
ഡിസോർഡർ ആയിട്ട് തന്നിട്ടുള്ള ആ സ്റ്റെപ്പുകൾ എന്ത് ചെയ്യണം, ഓർഡർ ആക്കണം. എല്ലാവരും വേഗം ചെയ്യുക. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണിത്. വേഗം ചെയ്യുക എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടാ. കഴിഞ്ഞോ? കഴിഞ്ഞു അല്ലേ. ബി ഗ്രൂപ്പിൻ്റെ കഴിഞ്ഞു അല്ലേ. ഓക്കെ. എ ഗ്രൂപ്പിലത്തെ ഒരാൾ വായിച്ചേ. അതെ, വെരി ഗുഡ്. സിഡോൺ. ബി ഗ്രൂപ്പിലത്തെ ഒരാൾ വായിച്ചേ. കറക്റ്റാണ്. അപ്പം 2 ഗ്രൂപ്പ്സും കറക്റ്റാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഉറപ്പായി. കാരണം 2 ഗ്രൂപ്പ്സും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എടുക്കാനുള്ളത് എന്താണ്? പ്ലാനിങ് പ്രോസസ്. അപ്പോൾ ഇതെല്ലാവരും നോട്ട് ചെയ്തില്ലേ? പ്ലാനിങ് എന്താണെന്ന് എല്ലാവരും നോട്ട് ചെയ്തില്ലേ? നമുക്കിനി എടുക്കാനുള്ളത് എന്താണ്? പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സാണ്. പ്ലാനിങ് പ്രോസസ്. പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, സെറ്റിംഗ് ദി ഒബ്ജക്റ്റീവ്സ്. എന്താണ്? സെറ്റിംഗ് ദി ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ഒരു പ്ലാനിങ് പ്രോസസ്സ് നടത്തുമ്പോൾ ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സെറ്റ് ചെയ്യണം. അതാണ് പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡെവലപ്പിംഗ് പ്രിമിസസ്. എന്ത് ചെയ്യാം? പ്രിമിസസ് ഡെവലപ്മെന്റ് ചെയ്യുക. ആരാണ് പ്രിമിസസുകൾ ഉണ്ടാക്കുക? മാനേജേഴ്സ് ആണ് അല്ലേ. ഫ്യൂച്ചറിൽ പ്ലാനുകൾ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വാരിയസ് അസംഷൻസുകൾ എന്ത് ചെയ്യുന്നു? മാനേജേഴ്സ് ഉണ്ടാക്കുന്നു. അതാണ് പ്രിമിസസ്. പ്ലാനിങ് പ്രിമിസസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? മാനേജേഴ്സ് ഒരു ഓർഗനൈസേഷന്റെ വാരിയസ് അസംഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഡെവലപ്പിംഗ് പ്രിമിസസിൽ പറയുന്നത്. ഈ പ്രിമിസസ് എന്ന് പറയുന്നത് എന്താ? പ്ലാനിങ് പ്രിമിസസ് ആണ് അല്ലേ. അപ്പൊ ഈ പ്ലാനിങ് പ്രിമിസസ് ചിലപ്പോൾ എന്താവാം? എക്സ്റ്റേണൽ ആവാം, അല്ലെങ്കിൽ എന്താ? ഇന്റേണൽ ആവാം, അല്ലെങ്കിൽ കൺട്രോളബിൾ ആവാം, അല്ലെങ്കിൽ നോൺ കൺട്രോളബിൾ ആവാം. നെക്സ്റ്റ് പോയിന്റ്, ഐഡന്റിഫൈങ് alternatives. എന്താണ്? ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ്സ്. ഓൾട്ടർനേറ്റീവ്സ് എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഓൾട്ടർനേറ്റീവ്സിനെയും എന്ത് ചെയ്യുക? നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് 3ാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? 4ാമത്തെ സ്റ്റെപ്പ്, ഇവാലുവേറ്റിംഗ് alternatives. എന്താണ്? ഓൾട്ടർനേറ്റീവ്സിനെ എന്ത് ചെയ്യണം? നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ആദ്യം ഓൾട്ടർനേറ്റീവ്സിനെ ഐഡന്റിഫൈ ചെയ്തു. എല്ലാ ഓൾട്ടർനേറ്റീവ്സ്, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ്സ് എന്ന സ്റ്റെപ്പ് കഴിഞ്ഞാൽ വരുന്ന സ്റ്റെപ്പാണ് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്. എന്ത് ചെയ്യുക? ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ
എന്ത് ചെയ്തു, നമ്മൾ ആൾട്ടർനേറ്റീവ്സിനൊക്കെ ഇവാലുവേറ്റ് ചെയ്തു വെച്ചു അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അഞ്ചാമത്തെ സെലക്ടിങ് alternative. Selecting an alternative. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരുന്നു, അതിനൊക്കെ ഐഡന്റിഫൈ ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വരിക? ഇതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയ ഒരു ഓൾട്ടർനേറ്റീവിനെ നമ്മൾ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. അപ്പൊ പ്ലാനിങ്ങിന്റെ അഞ്ചാമത്തെ പ്രോസസ്സാണ് സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ്. ഇംപ്ലിമെന്റിങ് ദി പ്ലാൻ. എന്താണ് ഇംപ്ലിമെന്റിങ് ദി പ്ലാൻ. ഒരു പ്ലാൻ എന്ത് ചെയ്യുക? നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? പ്ലാൻ ചെയ്ത് വെച്ചു. എന്ത് ചെയ്തു? സെലക്ട് ചെയ്ത് വെച്ചു. ഒരു ഓൾട്ടർനേറ്റീവിനെ നമ്മൾ എന്ത് ചെയ്തു? മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ പ്ലാനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇംപ്ലിമെന്റ് ചെയ്യുക. എന്തിലൂടെ? ആക്ഷൻസിലൂടെ. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ആ ആക്ഷൻസിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോളോ അപ്പ് ആക്ഷൻ. എന്താണ് ഫോളോ അപ്പ് ആക്ഷൻ? ലാസ്റ്റ് സ്റ്റെപ്പാണ് പ്ലാനിങ്ങിന്റെ ലാസ്റ്റ് പ്രോസസ് ആണ് ഫോളോ അപ്പ് ആക്ഷൻ. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അതാണ് ഫോളോ അപ്പ് ആക്ഷനിൽ പറയുന്നത്. ഫസ്റ്റ് പ്ലാനിങ്ങിന്റെ പ്രോസസ്സിൽ ഫസ്റ്റ് എന്താണ്? സെറ്റിംഗ് ദി ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് വൺ ഡെവലപ്പിംഗ് പ്രീമിസസ്. തേർഡ് വൺ ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ്സ്. ഫോർത്ത് വൺ ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്. ഫിഫ്ത്ത് വൺ selecting an alternative. Last one implementing the plan. Last one follow up action. അപ്പോൾ എന്താണ് പ്ലാനിങ് എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? പ്ലാനിങ്ങിന്റെ പ്രോസസ്സും മനസ്സിലായല്ലോ അല്ലേ? ഇതിങ്ങനെ ഓർഡർ ആയിട്ട് തന്നെ എഴുതണം. ഇത് തെറ്റിച്ച് എഴുതാൻ പാടില്ല. ഇത് നമ്മളൊരു പ്ലാൻ ചെയ്യുന്നതിന്റെ സ്റ്റെപ്പുകളാണ്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പ്ലാനിങ് എന്താണെന്ന് പഠിച്ചു. എന്താണ് പ്ലാനിങ്? പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ ആൻഡ് ഹു ഈസ് ടു ബി ഡൺ. എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? പ്ലാനിങ്ങിന്റെ പ്രോസസ്സുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലേ? ഏതൊക്കെയായിരുന്നു പ്ലാനിങ്ങിന്റെ പ്രോസസ്സ്? ഒരാളൊന്ന് വായിച്ചേ. സെറ്റിംഗ് ദി ഒബ്ജക്റ്റീവ്സ്. എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്ത് ചെയ്യണം? ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യണം. രണ്ടാമത്തെ എന്തായിരുന്നു? ഡെവലപ്പിംഗ് പ്രീമിസസ്. എന്ത് ചെയ്യണം? മാനേജേഴ്സ് ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സിനെ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. മാനേജേഴ്സ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് പ്ലാനിങ് പ്രീമിസസ് എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു, പ്ലാനിങ് പ്രീമിസസുകൾ ഡെവലപ്മെന്റ് ചെയ്തു. ഇനി വരുന്ന പ്രോസസ്സാണ് എന്ത്? ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ്സ്. എന്താണ്? ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അതിനെ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്ത ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്തു. ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്താ പിന്നെ നെക്സ്റ്റ് ചെയ്യുന്നത്? സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ്സ്. സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ്. ഒരു ഓൾട്ടർനേറ്റീവിനെ, ഈ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ഒരു ഓൾട്ടർനേറ്റീവിനെ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഇംപ്ലിമെന്റിങ് ദി പ്ലാൻ. ആ പ്ലാൻ എന്ത് ചെയ്തു? നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. എന്തിനോട് കൂടിയിട്ട്? ആക്ഷനോട് കൂടിയിട്ട്. നെക്സ്റ്റ് എന്താ വരുന്നത്? ഫോളോ അപ്പ് ആക്ഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ആക്ഷനെ ഫോളോ അപ്പ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഓർഡർ ആയിട്ട് ഫോളോ ചെയ്യുക. ഇതാണ് പ്ലാനിങ് പ്രോസസ്സിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ നോക്കാം. ഇതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിന്നൊരു
പവർ പോയിന്റ് പ്രസൻറ്റേഷൻ കാണാം. പ്ലാനിങ്. Planning is a process of deciding in advance what to do, how to do, when to do and who to do. ഒരു കാര്യം എന്ത് കാര്യമാണോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്ലാനിങ് പ്രോസസ്. ഫസ്റ്റ് വൺ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ദി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പാണ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യണം. നെക്സ്റ്റ്, ഡെവലപ്പിംഗ് പ്രിമിസസ്. ഒരു മാനേജർ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻസിനെ പ്രിപ്പറേഷൻ ചെയ്യുന്നു, വേരിയസ് അസംഷൻസിനോട് കൂടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നു. ഇതിനെയാണ് പ്ലാനിങ് പ്രിമിസസ് എന്ന് പറയുന്നത്. ഇത് ഇന്റേണൽ ആവാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആവാം, കൺട്രോളബിൾ ആവാം അല്ലെങ്കിൽ എന്താണ് അൺകൺട്രോളബിൾ ആവാം. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ്. ഒരുപാട് ഒബ്ജക്റ്റീവ്സുകൾ സെറ്റ് ചെയ്തു, അസംഷൻസുകളൊക്കെ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായി വരുന്നതാണ് ഓൾട്ടർനേറ്റീവ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നത്. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സുകൾ ഉണ്ടായിരിക്കും, അതിനെ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്. ഐഡന്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ് കഴിഞ്ഞ് വരുന്ന സ്റ്റെപ്പാണ് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്. ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിനെ ഐഡന്റിഫൈ ചെയ്തു, എന്നിട്ട് ആ ഓൾട്ടർനേറ്റീവ്സിനെ വീണ്ടും എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആ ഓൾട്ടർനേറ്റീവ് ചിലപ്പോൾ എന്താവാം, പോസിറ്റീവ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആവാം. ഫിഫ്ത്ത് സ്റ്റെപ്പാണ് സെലക്ടിങ് ആൻഡ് ഓൾട്ടർനേറ്റീവ്. ഒരു ഓൾട്ടർനേറ്റീവിനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവിനെ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കാം. ആറാമത്തെ പോയിന്റ്, ഇംപ്ലിമെന്റിംഗ് ദി പ്ലാൻ. പ്ലാനുകൾ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. എന്തിലൂടെ, ആക്ഷൻസിലൂടെ. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫോളോ അപ്പ് ആക്ഷൻ. എന്ത് ചെയ്യണം, ഈ ആക്ഷൻസുകളൊക്കെ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. അതാണ് ഫോളോ അപ്പ് ആക്ഷനിൽ പറയുന്നത്. അപ്പം എല്ലാവരും പ്ലാനിങ് എന്താണ്, പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ള പവർ പോയിന്റ് പ്രസൻറ്റേഷനൊക്കെ കണ്ടു അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഞാനിനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് ക്വസ്റ്റ്യൻ എന്നറിയോ? പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പുകളൊന്ന് ഓർഡർ ആയിട്ട് പറയാമോ ആർക്കെങ്കിലും? ഓർഡർ ആയിട്ട് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പുകളൊന്ന് പറയാം. വെരി ഗുഡ്, സിറ്റോ. അപ്പോൾ പ്ലാനിങ് എന്താണെന്നും പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സുകൾ എന്താണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ഹോംവർക്ക് തരാം. നാളെ വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ പ്ലാനിങ്ങും പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സും ഒരു ഷോർട്ട് നോട്ട് എഴുതിയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.